الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരി, പരമകാരുണ്യം കരുണാനിധിയുമായ പടച്ച തമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സന്താനങ്ങൾ, മക്കൾ അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റ് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്ന അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമായി സന്താനങ്ങളെ പറ്റി ഇസ്ലാം എടുത്തു പറയുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത്. അല്ലാഹു അവന്റെ ദിവ്യ സന്ദേശം നൽകി ലോകത്തേക്ക് അയച്ച പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു: വലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക, പ്രവാചക നിനക്ക് മുമ്പും ഒരുപാട് ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ, അവർക്ക് നാം ഇണകളെയും മക്കളെയും ഒക്കെ ധാരാളമായി നാം നൽകിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു പ്രവാചകന്മാർക്ക് പോലും നൽകിയ വളരെ അത്യുന്നതമായ ഒരു അനുഗ്രഹമായി സന്താനങ്ങളും ഭാര്യമാരും ഒക്കെ ആ അനുഗ്രഹങ്ങളായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫിലെ 38-ാമത്തെ ആയത്തില് എടുത്തു പറയുന്നു. ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് മക്കളെ സംബന്ധിച്ച് 3 പ്രയോഗങ്ങളാണ് പ്രധാനമായി നടത്തിയിട്ടുള്ളത്. ഒന്ന്, മക്കൾ ഹിബത്താണ്. ഹിബത്ത് എന്ന് പറഞ്ഞാൽ സമ്മാനം. മക്കൾ സമ്മാനമാണ്, പ്രസന്റേഷൻ ആണ്. മറ്റും ചില സന്ദർഭങ്ങളിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് മക്കൾ സീനത്താണ്, അലങ്കാരമാണ്. അതേപോലെ തന്നെ ഖുർആൻ മക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഈ 3 രൂപത്തിലും മക്കളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു.
അതിൽ ഹിബത്താണ് എന്ന് പറഞ്ഞ പ്രസന്റേഷനാണ്, സമ്മാനമാണ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഞാൻ കേൾപ്പിച്ച സൂറത്തു ശൂറയിലെ 49, 50 ആയതുകൾ. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പരമാധികാരം അല്ലാഹുവിനാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കുന്നു. വയഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദാനമായി സമ്മാനമായി പെൺമക്കളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂറ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺമക്കളെയും സമ്മാനമായി നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാഥ, അല്ലെങ്കിൽ ആണും പെണ്ണുമായി ഇടകലർത്തി അല്ലാഹു ദാനമായി അങ്ങനെ മക്കളെ നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, മറ്റു ചില ആളുകൾ സന്താനങ്ങളില്ലാതെ വന്ധ്യരായി തീരുകയും ചെയ്യുന്നു. എല്ലാം അല്ലാഹുവിന്റെ ഉദ്ദേശമനുസരിച്ചാണ്. ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു എല്ലാം അറിയുന്നവരും കഴിവുറ്റവരുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഈ ആയത്തിൽ പറഞ്ഞ സ്ഥലത്തൊക്കെ യഹബു ഹിബത്തായി നൽകുന്നു, സമ്മാനമായി നൽകുന്നു. ഇപ്പൊ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന സമ്മാനം ആണ്. അപ്പൊ ആ സമ്മാനത്തോട് മാത്രമല്ല, സമ്മാനം നൽകിയവരോടുള്ള ആ ബന്ധം കൂടി ഇതേപോലെ സന്താനങ്ങളെ നൽകിയ അള്ളാഹുവിനോട് കൂടി ആ ബന്ധം കാണിക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നതാണ് ഈ ആയത്ത്. പറഞ്ഞത് സീനത്തായി അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, മറ്റു സ്ഥലത്ത് പറഞ്ഞത് അങ്ങനെ. സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഈ ലോക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്, സന്തോഷങ്ങളാണ്. അപ്പൊ സന്തോഷം നൽകുന്ന ജീവിതത്തിൽ മനുഷ്യന് എപ്പോഴും ആനന്ദം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് മക്കൾ, സമ്പത്ത് പോലെ തന്നെ എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. സീനത്താണ്, അലങ്കാരമാണ്. ആ ആയത്തിന്റെ തൊട്ടടുത്ത് പഠിപ്പിക്കുന്ന കാര്യം വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ എന്ന് പറയുന്നുണ്ട്. എന്നും അല്ലാഹുവിന്റെ അടുക്കൽ ബാക്കിയാകുന്നത് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളാണ് എന്ന് പറയുന്നത്. അതായത് സമ്പത്ത് അലങ്കാരമാണ്. ആ സമ്പത്തിനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നാളേക്ക് വേണ്ടി വിനിയോഗിച്ച് നല്ല സൽക്കർമ്മങ്ങളാക്കി മാറ്റേണ്ടത് എന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട്. മക്കളും അതേപോലെ തന്നെ അലങ്കാരമാണ്. അവർ നാളേക്ക് വേണ്ടിയുള്ള ഹൈറായി മാറാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്, വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മറ്റൊരായത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് അക്കാലമോ അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ ഒക്കെ പരീക്ഷണമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏതെടുത്ത് നോക്കിയാലും പരീക്ഷണമാണ്. ആ മനുഷ്യൻ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കാനുള്ള പരീക്ഷണമായിട്ടാണ്. കാശ്, സമ്പത്ത് എങ്ങനെ ഒരാൾ സമ്പാദിക്കുന്നു, എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു, ഏതെല്ലാം കാര്യത്തിൽ അവർ ചെലവഴിക്കുന്നു എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു സമ്പത്തിലൂടെ ചെയ്യുന്നത്. മക്കളിലൂടെയും അതുപോലെ തന്നെയാണ്. ഈ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഏതെല്ലാം രൂപത്തിലാണ്, ആ മക്കൾ ഏതെല്ലാം രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആളുകൾ. ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഫിത്ന. അപ്പൊ ഇങ്ങനെ 2-3 ആശയങ്ങളിലൂടെയാണ് സന്താനങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെട്ടിരുന്നത്. ഇങ്ങനെ മക്കൾ പിറന്നു വീഴുക എന്നത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇവിടെ പിറക്കുന്ന ഓരോ കുഞ്ഞും വളരെ കൃത്യമായ രൂപത്തിൽ സംരക്ഷിക്കപ്പെടാനുള്ള നിയമങ്ങളും അതിനുള്ള നിർദ്ദേശങ്ങളും വളരെ ശക്തമായ രൂപത്തിൽ തന്നെ ഖുർആൻ നൽകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുട്ടി ഏതെങ്കിലും രൂപത്തിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കരുത്. ഒരു കുട്ടി ഏതെങ്കിലും രൂപത്തിൽ സനാതനാവാത്ത ഒരവസ്ഥ ഉണ്ടാകരുത്. അവനെ നോക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് നിയമങ്ങൾ ഈ രംഗത്ത് വെച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിനാണ് നിക്കാഹ് നടത്തണം എന്ന് പറഞ്ഞത്, വിവാഹം നടത്തണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എങ്ങനെയെങ്കിലും ഒരു സ്ത്രീ പുരുഷന് ബന്ധപ്പെട്ട് ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകരുത്. എന്നിട്ട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉപ്പ ആരാണ്, എന്റെ ഉമ്മ ആരാണ്, എന്റെ പാരന്റ്സ്
കൃത്യമായി ആ കുട്ടി സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി തന്നെയാണ് വിശുദ്ധ ഖുർആൻ നിക്കാഹ് വേണമെന്നും അതിന് മീസാഖുൻ വലിയത് എന്ന് പറയുകയും ചെയ്തത്. വളരെ കടുത്ത ഒരു കരാറാണ്. അതെങ്ങനെയെങ്കിലും അതല്ലാത്ത രൂപത്തിലുള്ള ഒരു ബന്ധം നടക്കുന്നത് അത് ഇസ്ലാം വിരോധിക്കുകയും ചെയ്തു. വിചാരത്തെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഇന്നഹു കാന ഹിദ്അൻ കബീറ ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല എന്ന് പറഞ്ഞു. അത് വളരെ നീചമായ ഒരു കാര്യമാണ്. അനധികൃതമായ രൂപത്തിലുള്ളൊരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്നത്. ആധുനിക സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല, അല്ലെങ്കിൽ മറ്റെന്ത് പേര് പറഞ്ഞു വിളിച്ചാലും ശരി, ആ രൂപത്തിലുള്ള ഒരു ബന്ധം അത് ഫാഹിഷത്താല് വളരെ മോശപ്പെട്ട ഒരു മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ വ്യഭിചാരത്തെ പറ്റ വിരോധിക്കുകയും നിക്കാഹിനെ നിയമമാക്കുകയും ചെയ്തതിലൂടെ ഒരു കുട്ടി ഇവിടെ ജനിച്ചു വീഴുന്നുവെങ്കിൽ ആ കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു കുട്ടിയും ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയും രക്ഷിതാവില്ലാത്തതായി ഉണ്ടാകരുത്. പിന്നെയും ഒരുപാട് നിയമങ്ങൾ വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഒരു സ്ത്രീയും പുരുഷനും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ പൊരുത്തക്കേടുണ്ടായി ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ അങ്ങനെ വന്നാൽ വിവാഹമോചനം ചെയ്യാനുള്ള അനുവാദം നൽകുന്നുണ്ട്. ആ വിവാഹമോചനം ചെയ്യുമ്പോൾ പോലും ഖുർആൻ പറഞ്ഞു, വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂൻ. ഇത് വേറെ വിഷയമാണ്, എന്നാലും ഇതുമായി ബന്ധപ്പെട്ടത് പറയാം. വിവാഹമോചനം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ എന്ത് ചെയ്യണം? 3 മാസം അവൾ കാത്തിരിക്കണമെന്നാണ്. എന്താ കാരണം? ഏതെങ്കിലും ഇയാളിൽ നിന്ന്, ഈ ഭർത്താവിൽ നിന്ന് ഒരു ഗർഭം സ്വീകരിക്കാൻ ഈ സ്ത്രീ സന്നദ്ധമായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്താനും അങ്ങനെ ഗർഭിണിയല്ല എന്ന് കൃത്യമായി അറിയാനുമുള്ള ഒരു കാലതാമസം എന്നുള്ള നിലയ്ക്ക് 3 ശുദ്ധികാലം ആ സ്ത്രീ കാത്തിരുന്നതിന് ശേഷം മാത്രമേ മറ്റൊരു വിവാഹം ചെയ്യാൻ പാടുള്ളൂ. ഖുർആന്റെ നിർദ്ദേശമാണ്. ഒരിക്കലും ഒരു വിവാഹം മോചനം ചെയ്ത ഉടനെ തന്നെ മറ്റൊരു വിവാഹം ചെയ്യരുത്. കാരണം അവിടെ ആ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് അറിയാത്ത അവസ്ഥയോ, അല്ലെങ്കിൽ അതെന്റേതല്ല കുട്ടി എന്ന് പിന്നീട് അയാൾ പറയുന്ന അവസ്ഥയോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിത്തീരുന്ന ഒരു സാഹചര്യത്തിലും ഇടകൊടുക്കാത്ത വിധം ഇദ്ദ എന്ന് പറയുന്ന കാര്യം അത് ആചരിച്ചിരിക്കണം. 3 മാസം കഴിഞ്ഞിട്ട് ആ സ്ത്രീ മറ്റൊരു വിവാഹം ചെയ്യാൻ പാടുള്ളൂ. പണ്ഡിതന്മാർ അതിന് അറബിയിൽ പറയുന്ന പേര് ബറാഅത്തുർ റഹിം എന്നാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ യൂട്രസ് പ്രത്യേകിച്ച് ഗർഭമൊന്നും ഇല്ല എന്നുള്ളത് തെളിയിക്കപ്പെടാനുള്ള കാലഘട്ടം എന്നുള്ളതിനേക്കാൾ ഇദ്ദ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് ചില ആളുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇസ്ലാം പഠിപ്പിച്ചു ബഹുഭർത്തൃത്വം ഒരിക്കലും പാടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 2 ഭർത്താക്കന്മാരുണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. എന്താ അങ്ങനെ നിയമാക്കാനുള്ള കാരണം? ഇതിന് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പിതാവ് ആരാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ബഹുഭർത്തൃത്വം ഇസ്ലാം നിരോധിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇതേപോലെ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരു കുട്ടിയുടെ ജനനം അത് വളരെ കൃത്യമായ രൂപത്തിൽ ആ കുട്ടിയുടെ അവകാശം എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിക്ക് ജനിക്കാനുള്ള എല്ലാ അവകാശവും ഇസ്ലാം നൽകുക. ജനിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ആ കുട്ടിയെ ഏതെങ്കിലും രൂപത്തിൽ നശിപ്പിക്കുന്നുവെങ്കിൽ അത് വലിയ കുറ്റമായി ഇസ്ലാം പഠിപ്പിക്കുക. അപ്പൊ ആ കുട്ടി പുറത്തു വരുമ്പോൾ രക്ഷിതാവ് ആരാണ് എന്ന് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ കുട്ടി ജനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഇസ്ലാം കൃത്യമായി വകവെച്ചു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഹിതൻ കബീറ. ഒരിക്കലും നിങ്ങൾ മക്കളെ കൊല്ലരുത്. ഇത് 2 രൂപത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജന്മാവകാശം നിഷേധിക്കപ്പെടുന്ന 2 അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒന്ന്, ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള അന്നത്തെ പ്രാകൃതമായ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നു. അതിനെ നിരോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ല, ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം
ആ കുട്ടിയെ പരിപാലിക്കാനുള്ള പ്രയാസത്തിന്റെ പേരിൽ ആ കുട്ടിയെ കൊല്ലുന്ന അന്നത്തെ സമ്പ്രദായത്തെ എതിർക്കുകയാണ് ഈ ആയത്തിൽ ചെയ്യുന്നത്. രണ്ട് രൂപത്തിലും ഇതിനെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്, ഖശ്യതയില്ലാതെ, പട്ടിണി ഭയന്നുകൊണ്ട്, ആ കുട്ടികൾക്ക് അന്നം നൽകിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത് നാമാണ്, നിങ്ങൾക്ക് ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നതും നാമാണ്. ഇന്ന ഖത്ലഹും കാന ഹിസ്അൻ കബീറ, അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ ആ ഒരു കുട്ടിക്ക് ജനിച്ച് വളരാനുള്ള അവകാശത്തെ ഖുർആൻ പങ്കുവെച്ചു കൊടുക്കുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ തന്റെ മാതാപിതാക്കൾ ആരാണ് എന്ന് കൃത്യമായി ആ കുട്ടിക്ക് അറിയാനുള്ള അനുവാദം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിക്കാഹ് നടന്ന മാത്രം പോരാ, നിക്കാഹ് അയ്ലിനു അൻ നിക്കാഹ്, ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് പുറത്തിറങ്ങി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് അവർ പറഞ്ഞാൽ പോരാ. അയ്ലിനു അൻ നിക്കാഹ്, നിക്കാഹ് നിങ്ങൾ പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഇന്ന ആളാണ്, ആ കുട്ടിയുടെ മാതാവ് ഇന്ന ആളാണ് എന്ന് സമൂഹം അറിയണം. അത് കുട്ടിയുടെ അവകാശമാണ്. അപ്പോ രക്ഷിതാവില്ലാത്ത രൂപത്തിൽ അരക്ഷിതാവത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത് എന്ന് നമുക്കറിയാം. യൂറോപ്യൻ നാടുകളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഗിൾ പാരന്റിങ്ങിന്റെ വിഷമങ്ങളെ സംബന്ധിച്ച് നമ്മൾ വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ഏകദേശം 1.5 മില്യൺ സ്ത്രീകൾ UK സിംഗിൾ പാരന്റിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലൊക്കെ കണക്ഷൻ, ഏതെങ്കിലൊക്കെ ബന്ധം, അവരത് കഴിഞ്ഞാൽ പിന്നീട് വിട്ടു പോവുകയാണ്. പിന്നെ മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്വം സ്ത്രീ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയാണ്. ഈ കുട്ടികൾ രാഷ്ട്രത്തിൽ തന്നെ വലിയ വെല്ലുവിളിയായി തീരുകയും പലപ്പോഴും കുറ്റവാളികളായി അവർ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് യൂറോപ്യൻ നാടുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിനെല്ലാം കൃത്യമായ രൂപത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾ. ഒരു കുട്ടിയും തന്റെ ഉമ്മ ആരാണ് ഉപ്പ ആരാണ് എന്ന് അറിയാത്ത ഒരവസ്ഥ ഉണ്ടാകുക, കൃത്യമായി അറിഞ്ഞിരിക്കണം. അവരൊക്കെ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടായിരിക്കണം. എന്ന് മാത്രമല്ല, ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രയാസം ഒരു സ്ത്രീ അനുഭവിക്കരുത് എന്ന് പറയുന്നു. ഇത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തലാഖിൽ പറയുന്നുണ്ട്, വഇൻ കുന്ന ഉലാത്തി ഹംലിൻ ഫഅംസികൂ അലൈഹിന്ന ഹത്താ യളഅന ഹംലഹുന്ന. ഒരാണും പെണ്ണും അവർ തമ്മിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി ആ ജീവിതം വേർപ്പെടുത്തേണ്ടി വന്നാൽ തന്നെയും ആ സ്ത്രീയുടെ വയറ്റിൽ വളരുന്ന ഒരു ഗർഭസ്ഥ ശിശുവുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ പരിപൂർണമായ സംരക്ഷണം ഈ പുരുഷന്റെ മേൽ ബാധ്യതപ്പെട്ടതാണ്. അതിന്റെ പേരിൽ ആ സ്ത്രീ ഒരിക്കലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അങ്ങനെ മുസല്ലഹത്തായ വിവാഹമോചനം ചെയ്യപ്പെട്ട ആ സ്ത്രീകൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ചെലവും, എല്ലാ ഉപജീവനവുമായ മാർഗമായ എല്ലാം അവർക്ക് നൽകിയിരിക്കണം. അവർ പ്രസവിക്കുന്നത് വരെയും. അപ്പൊ ആ ഒരു കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ ആ കുട്ടിക്ക് എല്ലാ നിലക്കും സംരക്ഷണം കിട്ടുന്ന രൂപത്തിൽ ആ സ്ത്രീയുടെ മാനസിക ശാരീരിക സുരക്ഷ ഇസ്ലാം ഉറപ്പുവരുത്തണം. ആ സ്ത്രീക്ക് ജോലിക്ക് പോകേണ്ടതില്ല, എന്റെ കുട്ടിയെ നോക്കാൻ ഞാൻ എന്ത് ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് ബേജാറാവേണ്ടതില്ല. ആ കുട്ടി വളർന്ന് പിന്നീടുള്ള ചെലവുകൾ അടക്കം കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും പ്രസവിക്കുന്നത് വരെയും ആ സ്ത്രീക്ക് എല്ലാ നിലക്കുള്ള സംരക്ഷണം നൽകി അവരെ സംരക്ഷിക്കേണ്ടത് ആ കാലം മുഴുവനും യുദ്ധകാലമായി. ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് മാത്രമല്ല, അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാം പ്രസവം വരെയും ഈ പുരുഷൻ കൊടുത്തിരിക്കണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കണം. ഇപ്പൊ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ പോലും ഒരു കുട്ടിയും അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കരുത് എന്ന്. ഇതേപോലെ തന്നെ നമുക്കറിയാം ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരാധനയിൽ പോലും കളവ് നൽകിയത് ഇസ്ലാമിന്റെ വലിയൊരു മഹത്വമാണ്, മാതൃകയാണ്. നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ എന്ന് പറയുന്ന ഭാഗത്ത് പ്രയാസപ്പെട്ടുകൊണ്ടാണ് നോമ്പ് നോൽക്കേണ്ടി വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നോമ്പ് ഒഴിവാക്കുകയും പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ മതി എന്നതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് വളരുന്നതും ആ
ആ കുഞ്ഞ് പോഷണം സ്വീകരിക്കുന്നതും ആ കുഞ്ഞിന് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഈ മാതാവിൽ നിന്നാണ്. അതുപോലെ തന്നെ മാതാവ് ആ കാലത്ത് നോമ്പ് നിൽക്കുന്നത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കും എന്നതിനാൽ മാതാവിന് നോമ്പ് ഒഴിവാക്കാനുള്ള അനുവാദമുണ്ട്. ആരാധനയ്ക്ക് പോലും അളവ് കൊടുത്തിട്ട് ഒരു കുട്ടിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാം. പിന്നീട് നോറ്റ് വിട്ടുകയോ നോറ്റ് വിട്ടാൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് ഒരു നോമ്പിന് പകരമായി ഭക്ഷണം കൊടുക്കുകയോ ചെയ്യാം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കാം. ഇതേപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറ്റവാളിയായി ഒരു സ്ത്രീ ഹാജരാക്കപ്പെട്ടപ്പോൾ നമുക്കറിയാലോ, ഞാൻ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു മഹാകുറ്റം ചെയ്തിട്ടുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. റസൂൽ ചോദിക്കുന്നുണ്ട്, നീ ഗർഭിണിയാണോ? സ്ത്രീ പറഞ്ഞു അതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എങ്കിൽ നീ തിരിച്ചു പോകൂ, നീ പ്രസവിച്ച് അതിനുശേഷം ആ കുട്ടി വേണ്ടത്ര പാലൊക്കെ കൊടുത്ത് വളർന്നതിന് ശേഷം മാത്രം വരൂ. നമ്മുടെ ഇസ്ലാമിലെ ഖിസാസ് എന്നൊക്കെ പറയുമ്പോൾ, ഖിസാസ് എന്ന് പറയുന്ന ഇസ്ലാമിലെ ആ നിയമമുണ്ടല്ലോ, ആ നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ പോലും ഇളവ് കൊടുക്കുകയും നീട്ടിക്കൊടുക്കുകയും ചെയ്തത് ഈ ഒരു കുഞ്ഞിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാധനകളിൽ ഇളവ് കൊടുത്ത പോലെ ശിക്ഷകളിൽ ഇങ്ങനെ മാറ്റം നീട്ടിക്കൊടുക്കുകയും അതിന് ഇളവ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കുട്ടികൾ ജനിച്ച് പുറത്തു വന്നാൽ, ഒരു കുട്ടി ഇങ്ങനെ പൂർണ്ണമായ സംരക്ഷണത്തോടു കൂടി ജനിച്ച് പുറത്തു വന്നാൽ പിന്നീട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകരുത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. നമുക്കറിയാം, അതുവരെയും ഗർഭപാത്രത്തിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ രൂപത്തിലുള്ള ആ സംരക്ഷണവും അതെല്ലാം വീണ്ടും കിട്ടിയിരിക്കണം. പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി വളർന്നു വരാനും ആ കുട്ടിയുടെ ജീവിത സംരക്ഷണത്തിനും ഒക്കെ ഏറ്റവും പ്രധാനമായി വേണ്ട അമ്മിഞ്ഞ അത് തടഞ്ഞു വെക്കപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകരുത്. ഒരു മാതാവ് തീർച്ചയായും 2 വർഷം ആ കുട്ടിക്ക് പാലൂട്ടിയിരിക്കണം. എന്നിട്ട് പറയുന്നത് ആ കാലത്തും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടിന്റെ കാലഘട്ടമായി ഒരിക്കലും അനുഭവപ്പെടരുത്. കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കാരണം മൗലൂദി യഹൂ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ബാധ്യതയാണ്. അവരുടെ പൂർണ്ണമായ ഉപജീവനവും അവരുടെ വസ്ത്രവും ഒക്കെ ന്യായമായ രൂപത്തിൽ ആ പുരുഷൻ ചെയ്തു കൊടുത്തിരിക്കണം എന്ന്. ഒരു സ്ത്രീ അതിന്റെ പേരിൽ കഷ്ടപ്പെടുകയോ മാനസികമായോ ശാരീരികമായോ ഏതെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കരുത്. തലാഖിനെ പറ്റി പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പോ ദമ്പതികൾ പിരിഞ്ഞാലും ഒരു പിഞ്ചു പൈതൽ അതിനിടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഒരുപാട് നിയമങ്ങൾ അതുമായി തുടർന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾ ആ കുട്ടിക്ക് പാലുകൂട്ടാൻ നിങ്ങൾക്ക് പ്രയാസമാണ് എങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ച് അതിന് കൂലി കൊടുക്കുന്ന ഉത്തരവാദിത്വം പുരുഷനെ ഏറ്റെടുക്കട്ടെ. ഒരിക്കലും ഒരു മാതാവ് തന്റെ കുട്ടിയുടെ പേരിൽ ഒരിക്കലും പ്രയാസം അനുഭവിക്കരുത് എന്ന് പറഞ്ഞാൽ, വിവാഹമോചനം ചെയ്തതിനു ശേഷം കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് മാതാവിൽ നിന്ന് പിടിച്ചു വച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ, എന്നിട്ട് മാതാവ് ആ കുട്ടിയുടെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതേപോലെ തന്നെ ഒരു പിതാവ് ഒരു കുട്ടിയുടെ പേരിൽ പ്രയാസം അനുഭവിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരു മാതാവും തന്റെ പിഞ്ചു കുഞ്ഞിനെ നാളേക്ക് നോക്കിക്കോളെ എന്ന് പറഞ്ഞിട്ട് പിതാവ് ഇട്ടുകൊടുത്ത് അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടായിരിക്കരുത്. എന്തായാലും കുഞ്ഞ് ഏതെങ്കിലും രൂപത്തിൽ സംരക്ഷിക്കപ്പെടാത്ത ഒരവസ്ഥ, അങ്ങനെ സംജാതമാകാൻ പാടില്ല, അങ്ങനത്തെ അവസ്ഥയുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ അതിന് മറ്റൊരാളെ പാല് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം പറയണം, നിങ്ങൾ മനസ്സിലാക്കണം
അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കിടയിൽ കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. നിങ്ങളുടെ കുഞ്ഞിന്റെ സംരക്ഷണം എന്നുള്ളത് അള്ളാഹു ഏത് രൂപത്തിൽ പറഞ്ഞോ അതേ രൂപത്തിൽ നിങ്ങൾ നടക്കുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിങ്ങളുടെ മനസ്സിനോട് സമ്മതിക്കാൻ, മനസ്സിൽ അത് നിങ്ങൾ ഉറപ്പിക്കാൻ സാധിച്ചിരിക്കണം. അള്ളാഹു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. ബാലാവകാശ കമ്മീഷൻ അക്കാലത്തില്ല. യുനിസെഫ് എന്ന് പറയുന്ന സംഘടന അക്കാലത്തില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാം നൽകിയ ഈ നിയമനിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇങ്ങനെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും നിർദ്ദേശിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ ആ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും നാം അത് കൃത്യമായി ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അള്ളാഹു അനുഗ്രഹമായി തന്ന ഈ കുഞ്ഞുങ്ങളെ അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞ സംരക്ഷിക്കുകയും അവരെ ഏറ്റവും ഉത്തമരായി വളർത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. കൽപ്പനകൾ പരമാവധി ശ്രദ്ധിച്ച് വിശ്വാസത്തോടെ ഭക്തിയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഒട്ടനവധി ആയത്തുകളിലൂടെയും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മക്കളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥന ഉണ്ട്. അതിനിടയിൽ തന്നെ കിടക്കുന്നുണ്ട് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്നത്. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, എന്റെ ഉപ്പക്കും ഉമ്മക്കും നീ അനുഗ്രഹം ചെയ്യണമേ. കമാ റബ്ബയാനി, അവർ രണ്ടുപേരും എന്നെ വളർത്തിയ പോലെ എന്നാണ് സ്വൈറാചത്തിൽ. അവർ വളർത്തിയ പോലെ എന്ന് പറഞ്ഞത് അവിടെ ഉപയോഗിച്ച പദം നോക്കൂ, റബ്ബ എന്നാണ്. റബ്ബ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ്. ഒരു കുട്ടിക്ക് വേണ്ട സമയത്ത് വേണ്ടത് നൽകി വേണ്ട രൂപത്തിൽ അങ്ങനെ വളർത്തുക. ഒരു ചെടി നമ്മൾ വളർത്തുമ്പോ അത് കുഴിച്ചിട്ടു, എന്നിട്ട് അതിന് വേര് പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു, വളർന്നു വരുന്നത് ശ്രദ്ധിക്കുന്നു, അതിലെന്തെങ്കിലും ഇല പുഴുക്കുത്തുകൾ വരികയാണെങ്കിൽ ആ പുഴു എടുത്ത് ഒഴിവാക്കുന്നു, അതിന് വേണ്ട പ്രയോഗങ്ങളൊക്കെ നടത്തുന്നു, എന്നിട്ട് വളം ചേർക്കുന്നു, അതിന്റെ കള പറിക്കുന്നു, എല്ലാം ചെയ്തിട്ട് അതിങ്ങനെ വളർന്നു വന്ന് പുഷ്പിച്ച് കായ്കളായി അത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതായി മാറും. ശരിക്ക് തർബിയത്ത് റബ്ബ, ഒരു മരം വളർത്തുമ്പോ ഏതെങ്കിലും ഒരു മരത്തോട് കായ്ക്കട പൂക്കട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യലല്ലേ ചെയ്യുന്നത്. ശരിക്കും അതേ ഒരു പ്രയോഗമാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കമാ റബ്ബയാനി, അവർ എന്നെ വളർത്തിയ പോലെ എന്റെ ഓരോ ജീവിതഘട്ടത്തിലും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് എന്നെ സംരക്ഷിച്ച് എന്നെ ഇങ്ങനെ വളർത്തി തന്ന പോലെ പഠിച്ചവനെ അവർക്ക് അതിനൊക്കെയുള്ള അനുഗ്രഹങ്ങൾ റഹ്മത്ത് നൽകണമേ എന്നാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ തർബിയത്തിന്റെ ആ പാരന്റിങ്ങിന്റെ ആ അവസ്ഥ വിശുദ്ധ ഖുർആനിലെ ആ പ്രാർത്ഥനയുടെ ഭാഗത്ത് തന്നെ അറിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഒരു കുട്ടിയെ വളർത്തണം എന്നുള്ളത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ താനെ വളർത്തില്ല, അല്ലെങ്കിൽ അതിന് കുറെ വളർത്തെടുത്തുകൊണ്ട് നമ്മൾ ദൂരെ നോക്കി നിന്നാൽ വളരില്ല. അതിന് വേണ്ടതൊക്കെ അതാത് സമയത്ത് നൽകിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അക്രിമു ഔലാദക്കും വഅഹ്സിനു ആദാബഹും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആദരിക്കുക. മക്കളെ നിങ്ങൾ വാത്സല്യം കാണിക്കുക, സ്നേഹിക്കാമെന്നല്ല, ഞാൻ അപ്പുറത്തിൽ പദം പറയാനില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇക്റാം, ആദരവ് കൊടുക്കുക നിങ്ങളുടെ മക്കൾക്ക്. വഅഹ്സിനു ആദാബഹും, അവരുടെ എല്ലാ മര്യാദകളും വളരെ നല്ല രൂപത്തിൽ അവരുടെ എല്ലാ സ്വഭാവങ്ങളും നിങ്ങൾ ആക്കി തീർക്കുക.
ഇങ്ങനെ ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളെയും പേരമക്കളെയും ഒക്കെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂല് ചുംബിച്ച് അതേപോലെ തന്നെ കുട്ടികളെ എടുത്ത് വേണ്ട രൂപത്തിലൊക്കെ വാത്സല്യം കാണിച്ചതൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. സഹാബികളിൽപ്പെട്ട പലർക്കും തന്നെ വളരെ അത്ഭുതമായിരുന്നു. ഒരാൾ വന്നിട്ട് റസൂലിനോട് പറഞ്ഞല്ലോ, എനിക്ക് ഇന്നലെ അശ്രമിക്കാൻ പലരും 10 മക്കളുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കുട്ടിയെ മിസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ലാളിച്ച് ചുംബിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞെന്താണല്ലോ, എന്റെ മക്കളോട് എനിക്ക് സ്നേഹമില്ലാത്ത ഞാൻ എന്താകും, പടച്ചവന്റെ മനസ്സിൽ കാര്യം കേട്ട് തരാത്ത ഞാൻ എന്ത് കാണിക്കും എന്ന് റസൂൽ ചോദിക്കാം. അപ്പൊ ഒരു കുട്ടിയോട് കാണിക്കേണ്ട കാരുണ്യം സഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ റസൂൽ ചെയ്ത് കാണിച്ചു കൊടുത്തതായി കാണാൻ കഴിയും. ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയ സൂറത്തുൽ ലുഖ്മാനിലൂടെ, സൂറത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക. അതായത് അള്ളാഹു ഈ അനുഗ്രഹം നൽകി എന്ന് മാത്രമല്ല, മക്കൾ അനുഗ്രഹമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അനുഗ്രഹമാണ് എന്ന് അള്ളാഹു അനുഗ്രഹം നൽകിയത് മാത്രമല്ല, ആ മക്കളെ എങ്ങനെയൊക്കെ ആയിരിക്കണം സംരക്ഷിക്കേണ്ടത്, എന്തൊക്കെ രൂപത്തിലുള്ള തർബിയത്ത് പരിരക്ഷ അവർക്ക് നൽകിയിരിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസും ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഇത്ര കൃത്യമായി പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ വേറില്ല. വേറൊരു മതവും ഈ കാര്യത്തിൽ ഇത്ര ഇടപെട്ട് വേറൊരു മതഗ്രന്ഥവുമില്ല, ഒരു ദർശനമില്ല. ഇത്രമാത്രം കുടുംബത്തിന്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഇടപെട്ട് ഇത്രമാത്രം നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ വലിയൊരു സമ്പന്നമായ ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളത് മനസ്സിലാക്കുക. ആ നിലയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ സന്താനങ്ങളെയും കുടുംബത്തെയും ഒക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വളർത്തിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ട ശിക്ഷണങ്ങൾ നൽകാനും പരമാവധി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അപാകതകളും അള്ളാഹു പുറത്ത് മാപ്പാഭിഷേകമാറാവട്ടെ. വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സഹോദരി സഹോദരങ്ങളും അവരുടെ ഖബർ ജീവിതം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.